ഞാൻ ലിസി മനേഷ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഛത്തീസ്ഗഡിൻ്റെ വിവിധ ഭാഗങ്ങളെയാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ ഓരോ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് അതിമനോഹരവും കാഴ്ചകളേറെയുള്ളതുമായ ഒരു ജില്ലയിലേക്കാണ്, ദന്തേവാഡ ജില്ല. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ദന്തേവാഡ ജില്ലയെപ്പറ്റി പറയുകയാണെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഇരുമ്പയിര് ഖനി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് കിരണ്ടൂളും ബൈലാഡില്ലയും. ബൈലാഡില്ല മലനിരകളിലാണ് ഖനി സ്ഥിതി ചെയ്യുന്നത്. ഇരുമ്പയിര് എന്നാൽ ഹൈമറ്റൈറ്റ്. NMDC അതായത് നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ ഖനനത്തിൻ്റെ ചുമതല വഹിക്കുന്നത്. ബൈലാഡില്ല വളരെയേറെ ജൈവസമ്പത്തുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഇരുമ്പയിരുണ്ടല്ലോ ലോകത്തിൽ തന്നെ ഏറ്റവും ശുദ്ധമായതായിട്ട് അറിയപ്പെടുന്നതാണ്. ഇവിടെ ഒന്നും ഇത് പല സ്ഥലങ്ങളിലേക്കോ അല്ല പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ NMDC ഇവിടെ നിരവധി ഖനികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മലനിരകളിൽ വളരെ കൂടുതലായിട്ട് ഇരുമ്പ് കണ്ടൻ്റുള്ളതാണ്. ഏകദേശം 70% അധികം ഇരുമ്പ് കണ്ടൻ്റുണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ നിരവധി സ്റ്റീൽ പ്ലാന്റിലേക്ക് ഈ അയൺ ഓർ ലോറികളിൽ എത്തിച്ച് ഇരുമ്പിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. വിലായ് സ്റ്റീൽ പ്ലാന്റ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ നടത്തിപ്പുകാർ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, സെയിൽ. 1959 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെ തന്നെ ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ, ഗോദാവരി സ്റ്റീൽ എന്നിവ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റീൽ പ്ലാന്റുകളാണ്. അതുകൊണ്ട് ഛത്തീസ്ഗഡ് ഒരു സ്റ്റീൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് തിരിച്ച് ബൈലാഡിലേക്ക് തന്നെ പോകാം. ബൈലാഡിലയിൽ മാത്രമല്ല, ഇവിടെ ഈ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുമ്പ് ഖനനം നടക്കുന്നുണ്ട്. എങ്കിലും ഏറ്റവും ശുദ്ധമായ ഇരുമ്പ് കിട്ടുന്നത് ഈ ബൈലാഡിലയിൽ തന്നെയാണ്. ഞാൻ താമസിക്കുന്ന ഈ കാൻഗറിൽ നിന്ന് ഏകദേശം ഒരു 165 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്. അതായത് ഒരു 6 മണിക്കൂർ യാത്ര ചെയ്യണം. നമ്മളവിടെ ചെന്ന് കഴിയുകയാണെങ്കിലുണ്ടല്ലോ മലയുടെ മുകളിൽ ഖനനം ചെയ്ത് അതെങ്ങനെയാണത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് എല്ലാം കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ നാട്ടിൽ പാറമടകളുണ്ടല്ലോ, ഏകദേശം അതുപോലെ തന്നെ അതും മലയുടെ മുകളിൽ ഖനനം ചെയ്ത് കൺവെയർ ബെൽറ്റ് വഴി താഴെ എത്തിച്ചാണത് അതിൻ്റെ വിതരണം നടക്കുന്നത്. മലമുകളിൽ തന്നെ വലിയ ഡംപിങ് വാഹനങ്ങൾ ഉപയോഗിച്ച് വലിയ ക്രഷറുകളിൽ അത് പൊടിച്ച് മെറ്റൽ രൂപത്തിലാക്കി മാറ്റുകയാണ്. ഡംപിങ് വാഹനത്തിന് തന്നെ ഏകദേശം ഒരു 100 ടണ്ണാണ് കപ്പാസിറ്റി. ഒരു ടയർ ഏകദേശം 7 അടി ഉയരത്തിലുള്ളതാണ്. വാഹനത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ വലിപ്പം നോക്കിയാൽ തന്നെ അറിയാം ആ ഡംപറിൻ്റെ വലിപ്പം എന്താണെന്ന്. വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വലിയ മെഷീൻസൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. NMDCയുടെ ഒരു പവർ സ്റ്റേഷനും ഇവിടെയുണ്ട്. കാരണം ഖനനത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പവർ ഹൗസ്. വലിയ ക്രഷർ യൂണിറ്റുകളും കൺവെയർ സിസ്റ്റത്തിനൊക്കെ ആയിട്ട് വളരെ വലിയ തോതിൽ ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. അതെല്ലാം ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഗുഡ്സ് ട്രെയിൻ സൗകര്യം ബൈലാഡിലിൽ ഉണ്ട്. ഈ ഇരുമ്പയിര് നീക്കം വളരെ വേഗത്തിലാകുന്നതിന് ഇതൊരു വലിയ സൗകര്യമാണ്. സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമുക്ക് മൈനിങ് ഏരിയയിലെ എല്ലാ ദൃശ്യങ്ങളും വീഡിയോയിൽ പകർത്താനൊന്നും പറ്റത്തില്ല. എങ്കിലും ബൈലാഡിലയെക്കുറിച്ചും ഇരുമ്പയിര് ഖനനത്തെക്കുറിച്ചും ഏകദേശം അറിവ് ഇതിലെ പിക്ചറിലൂടെയും ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയറും ചെയ്യുക. ഛത്തീസ്ഗഡിൻ്റെ വൈവിധ്യമാർന്ന പ്രത്യേകതകളും മനോഹരമായ പ്രദേശങ്ങളും കാണുന്നതിനായി എൻ്റെ ഒപ്പം യാത്ര ചെയ്യുവാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തുക. അടുത്ത ഒരു വീഡിയോയുമായി എത്തുന്നതുവരെ ബൈ.